വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് വെച്ചാൽ ഒരു ഡേ ഇൻ മൈ ലൈഫ് ആയിരിക്കും. ഞാൻ ഇപ്പോൾ അച്ഛൻ്റെ വീട്ടിലോട്ട് പോവുക. ഇപ്പോൾ 7:30 സംതിങ് ആയി സമയം. അപ്പോൾ നമ്മൾ ജിമ്മിലോട്ട് പോകണം. ജിമ്മിൽ പോയിട്ട് അവിടുന്ന് അവൻ്റെ വീട്ടിൽ വന്ന് നമുക്കുള്ള ഡയറ്റ് ഫുഡ് പ്രിപ്പയർ ചെയ്യണം. അതൊക്കെയാണ് ഇന്നത്തെ പ്ലാൻ. എന്നിട്ട് ഡയറ്റല്ല, ഞാൻ ബൾക്കിങ് പോലാണ് ചെയ്യുന്നത്. അവൻ ബൾക്ക് അത്യാവശ്യം ബോഡി ഉണ്ട് അവന് ഇത്തിരി ബോഡി ഒന്ന് സെറ്റ് ചെയ്ത് എടുത്താൽ മതി. ആപ്സ് എല്ലാം ഒന്ന് അത് മതി. പിന്നെ ഞങ്ങൾ കുക്ക് ചെയ്യും. അതൊക്കെ ഈ വീഡിയോയിൽ കാണും. അപ്പോൾ എല്ലാവരും അവസാനം വരെ കാണുക. ഡു സപ്പോർട്ട് മീ. ഓക്കെ, അപ്പോൾ ഞാൻ അവിടെ എത്തിയിട്ട് കാണാം. ഓക്കെ, ബൈ. അങ്ങനെ ഗൈസ്, നമ്മൾ അച്ചുവിൻ്റെ വീട് എത്തി. അച്ചുരാ അപ്പോൾ 1.5 ഇഞ്ച് നീളവും 10 അടിയുടെ കുറയും. അപ്പോൾ അങ്ങനെ നമ്മുടെ അച്ചു ഫോക്കസ് ആയിട്ടില്ലടാ, കുഴപ്പമില്ല, സിനിമാറ്റിക്കാ. അത് ഞാൻ എഡിറ്റ് ചെയ്തോളാം. ഗോ അതിനെന്ത് പോ. ഇതേ പണ്ട് തന്നെ ഒന്ന് കടിക്കാൻ വന്നതാ, അതുകൊണ്ട് നമുക്ക് റിസ്ക് എടുക്കാൻ പറ്റില്ല. അങ്ങനെ നമ്മൾ അത്തി സുഹൃത്തുക്കളെ, ആറ്റിറ്റ്യൂഡൊക്കെ ഇട്ടിരിക്കുന്ന അച്ചുവിനെയാണ് ഈ കാണുന്നത്. നമുക്ക് ജിമ്മിൽ പോകണം. അവൻ്റെ തന്നെ യൂട്യൂബ് വീഡിയോ കണ്ട് സുഖം പ്രാപിക്കുകയാണ് സുഹൃത്തുക്കളെ. പിന്നെ അല്ലാതെ 4K അത്ര തന്നെ. ഹലോ ഗൈസ്, അങ്ങനെ നമ്മള് ഇറങ്ങി, വീട്ടിൽ നിന്ന് ഇറങ്ങി. അപ്പൊ നമ്മള് ജിമ്മിലോട്ട് പോവാ. ഇന്ന് ഹീസ് അലോൺ ഇൻ ഹീസ് ഹൗസ്. ഞാനിന്ന് രാത്രി ഇവിടെ ആയിരിക്കും കിടക്കുന്നത്. ചിലപ്പോ ഇവിടെ കിടക്കും, ചിലപ്പോ വീട്ടിൽ പോകും. അളിന് ഇത്തിരി പേടിയുണ്ട്. ഇല്ല, കാഞ്ഞേരൊക്കെ പറയുമ്പോഴേ 2 തുള്ളി മൂത്രം പോകും. നമുക്ക് ജിമ്മിൽ എത്തിയിട്ട് കാണാം. ഓക്കെ, ബൈ. ഹലോ ഗൈസ്, അങ്ങനെ നമുക്ക് അച്ചുവിന്റെ വണ്ടി ഒന്ന് ഓട്ടിച്ച് നോക്കാം. ഓട്ടിക്കുന്ന വീഡിയോ ഞാൻ ഇതിൽ കാണിക്കാം. കോമഡി ആയിരിക്കും, കാരണം എനിക്ക് ഓട്ടിക്കാറുണ്ട്. ഫസ്റ്റ് ടൈം ഞാൻ ഓട്ടിക്കാൻ പോകുന്നത് ബൈക്ക്. ഗിയറൊക്കെ പിടിക്കാനും ക്ലച്ച് പിടിക്കാനൊക്കെ അറിയാം, അല്ലാതെ വേറൊന്നും അറിഞ്ഞൂടാ. ഓട്ടിക്കാന്ന് പറഞ്ഞ സാധനം അറിഞ്ഞൂടാ. പിന്നെ സ്കൂട്ടർ ഓടിക്കും, അതൊക്കെ ഉള്ളൂ. അല്ല, അപ്പൊ നിങ്ങൾ പോയി കണ്ടിട്ട്. ഓക്കെ, ബൈ. എടാ, അവിടെ വരെ ഓട്ടിയിര്. അവിടെ വരെ ഓട്ടിയിര്. ചാടല്ലേ. കേട്ടറൗണ്ട് നീ എന്താ 2 ലിറ്ററാ? നീ എന്താ മൗണ്ടൻ ബൈക്ക് ഓട്ടിക്കുന്നു? സുഹൃത്തുക്കളെ, ഞാൻ അച്ചുവിന്റെ വണ്ടി ഒന്ന് ഓട്ടിച്ചു. അതാണ് നിങ്ങളിപ്പോ കണ്ടത്. അയ്യോ, അവൻ എന്തോ എടുക്കാൻ മറന്നെന്നും പറഞ്ഞ അകത്തോട്ട് കയറി. നമുക്ക് എടുത്തിട്ട് പറഞ്ഞു, എന്റെ പൊന്നെ, ഞാൻ നല്ല ഹിൽ ക്ലൈംബ് റേസിംഗിലൊക്കെ പൊങ്ങുന്നോട്ട് ഒരു ഒറ്റ പൊക്ക്. എന്തുവാന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ഇയർ ഇട്ട് എടുത്തപ്പോ എനിക്ക് അറിഞ്ഞൂടാ ഓട്ടിക്കാൻ. ബേസിക്കലി ഞാൻ സ്കൂട്ടർ മാത്രമേ ഓട്ടിക്കൂ. അപ്പൊ നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. നെവർ ട്രൈ ദിസ് അറ്റ് ഹോം. ഓക്കെ, ബൈ. അങ്ങനെ നമ്മള് ജിമ്മിലെത്തിയിരിക്കുകയാണ്. നമ്മള് ജിമ്മിലോട്ട് കയറുകയാണ് സുഹൃത്തുക്കളെ. ഹലോ ഗൈസ്, അപ്പം ഇന്ന് നമുക്ക് ലെഗ് ഡേ ആണ്. നമുക്ക് അപ്പോൾ ഞാൻ ചെറിയ ക്ലിപ്സൊക്കെ ഇട്ടേക്കാം വർക്കൗട്ട് ചെയ്യുന്നത്. അല്ല, ഫുൾ ജിമ്മിൻ്റെ വീഡിയോ ആയിട്ട് അല്ല ചെയ്യുന്നത്. ഇന്ന് ഡേ ഇൻ മൈ ലൈഫാണ്. അപ്പം നമ്മൾ രാവിലെ തന്നെ ജിമ്മിൽ വന്നിട്ടുണ്ട്. ജിമ്മിൽ വന്ന് വർക്കൗട്ട് ചെയ്തിട്ട് കാണാം. പിന്നെ ലെഗാണ്, അടിച്ച് പൊളിക്കാൻ പോവെല്ലാം. ഓക്കെ, ഹലോ ഗൈസ്, അങ്ങനെ വാമപ്പെല്ലാം കഴിഞ്ഞ് ഷോൾഡറിന് അടിക്കാം ഫസ്റ്റ്. അത് കഴിഞ്ഞിട്ട് ലെഗ് ഞങ്ങളിങ്ങനെ സ്പ്ലിറ്റാണ് ചെയ്യുന്നത്. അപ്പോൾ ഞങ്ങൾ പോയി ഫസ്റ്റ് ഷോൾഡറിന് അടിക്കുന്നത്. ഷോൾഡറിന് അടിച്ചിട്ട്
ലെഗിനടിക്കാമെന്നാണ് കരുതുന്നത്. ഓക്കെ ബൈ. ഹലോ ഗൈസ്, അപ്പോൾ നമ്മളിനി ഷോൾഡർ പ്രസ് 3 സെറ്റ് 15 റെപ്പ് ചെയ്യാം. വെയിറ്റ് ഓരോ സെറ്റിൽ കൂട്ടി കൂട്ടി കൊണ്ടുവരിക. പിന്നെ ചിലവർ കുറയ്ക്കുന്നവരുണ്ട്, അതുകൊണ്ട് നമ്മളിപ്പോൾ കൂട്ടി കൂട്ടിയാണ് കൊണ്ടുവരുന്നത്. ഓക്കെ, നമുക്ക് ചെയ്യാം. ഹലോ ഗൈസ്, അപ്പോൾ നമ്മളിപ്പോൾ ചെയ്യാൻ പോകുന്നത് ഷോൾഡറിൻ്റെ സെക്കൻഡ് എക്സസൈസാണ്. അത് ലാറ്ററൽ റൈസ് ആണ് ചെയ്യാൻ പോകുന്നത്. 3 സെറ്റ് 15 എണ്ണം വെച്ച് വെയിറ്റ് ഇൻക്രീസ് ചെയ്യണം. ഓക്കെ, He thinks he's Ronnie Coleman. ഭാവി സീബമ്മ. ഹലോ ഗൈസ്, പിന്നെ ഞാൻ ഇതിൻ്റെ ഇടയ്ക്ക് ഞാൻ വലിയ ട്രെയിനറോ ഞാൻ നിങ്ങൾക്ക് ഇങ്ങനെ ചെയ്യണമെന്നോ ഒന്നുമല്ല ഞാൻ പറഞ്ഞു തരുന്നത്. ഞാൻ ചെയ്യുന്ന രീതി ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നേ ഉള്ളൂ. ഒരിക്കലും ഞാൻ ചെയ്യുന്ന കാര്യം ചെയ്യേണ്ട, നല്ല ട്രെയിനറിൻ്റെ ഇത് എടുത്തിട്ട് ചെയ്യുക. എനിക്ക് എൻ്റെ ട്രെയിനർ പറഞ്ഞു തന്നതാണ് ഞാൻ നിങ്ങളോട് പറയുന്നത്. അതാണ് ഞാൻ ചെയ്യുന്നതും. അതുകൊണ്ട് ഞാൻ ഒരിക്കലും നിങ്ങൾ എൻ്റെ കണ്ട് ഞാൻ ചെയ്യുന്ന പോലെ തന്നെ ചെയ്യണമെന്നൊന്നും ഞാൻ പറയത്തില്ല. പിന്നെ ഇതൊരു എൻ്റർടൈൻമെൻറ്റ് ഇതായിട്ട് അങ്ങ് എടുക്കുക. ഓക്കെ, അപ്പം അടുത്ത നമ്മൾ ചെയ്യാൻ പോകുന്നത് സ്കോട്ട്സ് ആണ്. സ്കോട്ട്സ് 3 സെറ്റ് 15 റെപ്പ്. 15 പോകത്തില്ല, 2 15 പോകും. അവസാനം ഒന്നും 15 പോകത്തില്ല. ഇത് ഭയങ്കര സീനാണ്. ഇതൊക്കെ അടിച്ചാൽ മൂട് പോകും അന്നത്തെ ദിവസം. ഇതൊക്കെ കാരണം ആൾക്കാർ മിക്കപ്പോഴും ലെഗ് സ്കിപ്പ് ചെയ്യുന്നത്. ഇതൊക്കെ അടിച്ചാൽ തീർന്നു. പക്ഷെ നമ്മൾ ഗെയിൻ ആലോചിക്കുമ്പോൾ അത് അടിച്ചേ പറ്റൂ. മനസ്സിലായി? ചുള്ളിക്കമ്പ് പോലെ ആലോചിക്കുന്നത് അതൊക്കെ ഒന്ന് ഗതയാകണ്ടേ. അപ്പോൾ അതിന് നമ്മളെന്താ ലെഗ് അടിക്കണം ഗൈസ്. പിന്നെ എനിക്കിത് ഇല്ലാതെ പറ്റത്തില്ല. എന്തായാലും സ്പോർട്സ് അടിക്കുക. ചിലവർ പറയും മെൻസ് ഇതൊന്നും യൂസ് ചെയ്തില്ല, മെൻസ് ഹാൻഡിൽ ഗ്രിപ്പ് എടുത്തില്ല, അതൊന്നും എടുത്തില്ല എന്നൊക്കെ ആൾക്കാർ പറയും. പക്ഷെ നമ്മുടെ ബോഡിയാണ്, അതിന് ഇഞ്ചുറി വരാതിരിക്കാൻ നോക്കേണ്ടത് നമ്മളാണ്. അപ്പം മാക്സിമം ഇതൊക്കെ യൂസ് ചെയ്യുക. പറ്റത്തില്ല എന്നുള്ളവർ യൂസ് ചെയ്യുക. പലരും പലതും പറയും. നമ്മൾ ഒരിക്കലും പെടലിക്ക് കഴമ്പ് വരാനല്ല ഈ സംഭവം ചെയ്യുന്നത്. കാലിന് ഇത് വെച്ചാലും കാലിന് കയറും, വെച്ചിട്ടാലും കാലിന് കയറും. പെടലിക്ക് വില ഉള്ളവർ ഇത് വെക്കാൻ ചെയ്യുക. ഓക്കെ, മതിയല്ലേ? ഹലോ ഗൈസ്, ആ വർക്കൗട്ട് കഴിഞ്ഞ് ക്ലിപ്പൊന്നും എടുക്കാൻ പറ്റില്ല. അത് ഭയങ്കര മോടാ. വേഗം കഴിഞ്ഞ് വേങ്ങളേരി ഒരെണ്ണോട്ട് ചെയ്യാൻ, ഹാംസ്ട്രിങ്ങിന് ഒരെണ്ണോട്ട് ചെയ്യാൻ വേണ്ടി വേങ്ങളേക്ക് യൂസ് ചെയ്യാൻ പോവാ. അതിൻ്റെ ക്ലിപ്പ് എടുക്കുവാണെങ്കിൽ ഇട്ടേക്കാം. പറയാൻ പറ്റില്ല, എടുക്കത്തില്ലായിരിക്കും. ഓക്കെ, അപ്പം ചെയ്തിട്ട് കാണാം. ഓക്കെ ബൈ. ഹലോ ഗൈസ്, അപ്പോൾ നമ്മൾ ലെഗെല്ലാം കഴിഞ്ഞ് വർക്കൗട്ടെല്ലാം കഴിഞ്ഞ് ഇറങ്ങുക. ഇനി വീട്ടിൽ പോയിട്ട് കുക്കിംഗ് ഉണ്ട്, ഡയറ്റ് എടുക്കണം, പ്രോട്ടീൻ എടുക്കണം, എല്ലാം എടുക്കണം. എന്നിട്ട് അപ്പം അവസാനം വരെ കാണുക സുഹൃത്തുക്കളെ. ഓക്കെ ബൈ. ജിമ്മിൽ നിന്നെല്ലാം വന്ന് കുളിച്ച് ഞാൻ പോയി കുളിച്ചിട്ട് വന്ന് ഇനി അടുത്ത പരിപാടി ഞങ്ങൾക്കുള്ള ഡയറ്റ് ഫുഡ് പ്രിപ്പയർ ചെയ്യണം. പ്രോട്ടീൻ എടുക്കണം, ക്രിയാറ്റിൻ എടുക്കണം. അപ്പം ഇനി അടുത്ത ക്രിയാറ്റിനൊക്കെ എടുക്കുന്ന മസിൽ ബ്ലേസിൻ്റെ, പിന്നെ മറ്റേ മസിൽ മാസ് കൂടാനായിട്ടുള്ള അമേരിക്കൻ ഫിറ്റ്സ് ലാബിൻ്റെ പ്രോട്ടീൻ പൗഡറാണ് എടുക്കുന്നത്. അപ്പോൾ അതൊക്കെ ഞങ്ങൾ കഴിക്കട്ടെ, എന്നിട്ട് കാണാം. ഹലോ, നമ്മൾ ക്രിയാറ്റിൻ എടുക്കാൻ പോവുകയാണ് സുഹൃത്തുക്കളെ. ഞാൻ സിട്രസ് ലൈം എന്ന് പറഞ്ഞൊരു ഫ്ലേവറാണ് എടുത്തത്. ഒരു നാരങ്ങയുടെ ഒക്കെ ഒരു ചെറിയൊരു ഇതാ ടേസ്റ്റാണ്. അപ്പം അത് നമ്മുടെ അച്ചീവ്രോ നോക്കി എടുത്തുകൊണ്ട് വരുന്നുണ്ട്. നമ്മൾ ഇതൊക്കെ ഇട്ട് എന്നിട്ട് കുളിക്കാൻ പോവുക. നമ്മൾ ഇത്ര എടുക്കും, ഇത്തിരി തുളുമ്പി. പക്ഷെ കറക്റ്റ് നമ്മൾ ഒരു സ്കൂപ്പ് അല്ല എടുക്കുന്നത്. ഇതെപ്പോഴും കുടിച്ചോണ്ടിരിക്കാൻ തോന്നും. അത് ഭയങ്കര ടേസ്റ്റാണ്. ഇല്ല, നമുക്ക് ഈ മടുക്ക് തോന്നില്ല. മറ്റില്ല സൺഫ്ലവർ ആണോ ഒരെണ്ണം തന്നെ കുടിക്കാൻ എന്തൊരു പാടാന്നറിയോ. പക്ഷെ ഇത് നമുക്ക് ഇടയ്ക്കിടയ്ക്ക് ഇരിക്കുമ്പോഴേ ഇത് കാണുമ്പോൾ കുടിക്കാൻ തോന്നും. ഞങ്ങൾ ഇതിൻ്റെ അടുത്തോട്ട് പോകാറില്ല. വെള്ളം കോൾഡ് വാട്ടർ. ഇതിനകത്ത് നമ്മൾ 200 ml വാട്ടർ എടുക്കുന്നത്. 3 ഗ്രാം പ്രോട്ടീൻ, 3 അല്ലെ 4 ഗ്രാം പ്രോട്ടീൻ, 4 ഗ്രാം ക്രിയാറ്റിന്, 200 ml വാട്ടർ. അത് ചിൽഡ് ആണ്, കുളിക്കും. ചിൽഡ് പക്ഷെ ഇത് കഴിക്കുമ്പോൾ ശ്രദ്ധിക്കണം. ഇപ്പൊ വെള്ളം എടുക്കല്, പിന്നെ എപ്പോഴും വെള്ളം കുടിക്കണം. അല്ലെ ഭയങ്കര പ്രശ്നമാണ്. വയറുവേദന കിട്ടും. വയറുവേദന അല്ല, കിഡ്നിയുടെ സ്ഥലത്തേക്ക് വേദന കിട്ടും. കാരണം ഇത് വാട്ടർ കൺസ്യൂം ചെയ്തിട്ടാണ് നമ്മുടെ മസിലിലോട്ട് ആ ഒരു വാട്ടറിന്റെ കണ്ടന്റ് കൊടുക്കുന്നത്. എന്നാൽ അപ്പോഴാണ് നമ്മുടെ മസിൽ ഗ്രോ ചെയ്യുന്നത്. അപ്പൊ നമ്മുടെ ബോഡിയിലെ വാട്ടർ എല്ലാം അത് വലിച്ചെടുക്കും. അപ്പൊ നമ്മൾ എപ്പോഴും ഹൈഡ്രേറ്റഡ് ആയിരിക്കണം.
അപ്പൊ ഷേക്ക് അടിക്കുന്നു, പ്രോട്ടീൻ ഷേക്ക് പൊളി സാധനം. അല്ലെങ്കിൽ അപ്പൊ നമ്മള് പ്രോട്ടീൻ ഷേക്ക് അടിക്കാൻ പോവാ. നമ്മൾ അതിന് 250 ml പാല് മതി. 250 ml പാലും ഒരു സ്കൂപ്പ് പ്രോട്ടീനും പിന്നെ കുറച്ച് കപ്പലണ്ടി ഉണ്ട്, പിന്നെ ഒരു പഴം. അത്രയായിട്ട് നമ്മൾ അടിച്ച് കലക്കി ഒരു പ്രോട്ടീൻ ആക്കാൻ പോവുക. ഓൾമോസ്റ്റ് അതാകുമ്പോഴത്തേക്ക് ഓൾമോസ്റ്റ് എൻ്റെ പ്രോട്ടീൻ മീറ്റ് ആവും. പിന്നെ ചിക്കൻ ഉണ്ട്, അത് നമ്മൾ ബോയിൽ ചെയ്ത് എന്നിട്ട് എയർ ഫ്രൈ ചെയ്ത് കഴിക്കും. അതിൻ്റെ ആകുമ്പോൾ നമ്മൾ പ്രോട്ടീൻ മീറ്റ് ആവും. പിന്നെ രാത്രി നമ്മൾ ചപ്പാത്തി വരെ കഴിക്കുന്നത്. അപ്പോൾ നമുക്ക് ഇത് അടിക്കാം. സ്കൂപ്പ് പ്രോട്ടീൻ എടുത്ത് കുറച്ച് കപ്പലണ്ടി, ഒരു പഴം, 1 ബനാന. അത് പക്ക ടൈറ്റ് പിടിച്ചാൽ നമുക്ക് നല്ല അത്യാവശ്യം നല്ല പ്രോട്ടീൻ കണ്ടന്റുള്ള നല്ലൊരു പ്രോട്ടീൻ ഷേക്ക് നമ്മളിവിടെ തയ്യാറാക്കിയിരിക്കുകയാണ്. നോക്കുക ഏതായിരിക്കും കൂടി. അങ്ങനെ നമ്മുടെ ചിക്കൻ എല്ലാം വെന്ത് നമ്മളിനി അത് ചെറുതായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാൻ പോവുക. അപ്പം അതിന് ഇത്തിരി ടേസ്റ്റ് കിട്ടും, മനസ്സിലായോ? അങ്ങനെ നമ്മുടെ ചിക്കൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റ് ചിക്കൻ. ഓക്കെ, ഇതിന്നിട്ട് കാണാം. അങ്ങനെ നമ്മളെ ഫുഡെല്ലാം റെഡിയായി. നമ്മുടെ ചിക്കൻ, ചപ്പാത്തി ബാക്കി അവിടെ, പിന്നെ മയോണൈസ്, കുക്കുംബർ. ഇതാണ് കേട്ടോ ഞങ്ങളുടെ ട്രൈപോഡ്. ഇവിടെ ഷേക്കിന്റെ വീഡിയോ ഒക്കെ എടുത്ത ട്രൈപോഡ്. പിന്നെ കുക്കുംബർ, പിന്നെ വാട്ടർമെലൺ, പിന്നെ ഒരു സംഭവം കൂടി ഉണ്ടായിരുന്നു, മയോണൈസ്, ഹെൽത്തി മയോണൈസ്, മെജോണൈസ് എന്താ മെജോണൈസ്? മെജോണൈസ് ഇതാണ്ട്, മെജോണൈസ് ഹെൽത്തിയാ. അത് ഒന്നും അങ്ങനെ ആർട്ടിഫിഷ്യൽ ആയിട്ടില്ല, നമ്മള് ഹോം മെയ്ഡ് ആണ്, ബോയിൽഡ് ഒക്കെ വെച്ച്. പിന്നെ അപ്പൊ നമ്മള് കഴിക്കാൻ പോവാ. അതാണിത്. ഇവളെല്ലാം മറ്റേ എക്സോസിറ്റ് പെണ്ണില്ലേ, ആ പെണ്ണ് 2 പിള്ളേരുടെ വീട്ടിൽ പോകുമ്പോ അപ്പൊ പെണ്ണ് പറയുന്നത് നീ എന്താ നോക്കുന്ന, വേറെ ഏതെങ്കിലും ക്യാമറ വരുന്നു? രാത്രിയായി, ഉറക്കമൊക്കെ വരുന്നു. ഇതാണ് നമ്മുടെ രാത്രിയിലത്തെ മീല്. 2 ചപ്പാത്തി, കുറച്ച് കുക്കുംബർ, വാട്ടർമെലൺ, പിന്നെ ചിക്കൻ. അപ്പം ഇത് കഴിഞ്ഞിട്ട് കിടക്കാൻ പോവാ. അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അത് കഴിഞ്ഞ് പോയി എഡിറ്റ് ചെയ്യണം. അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റിൽ അറിയിക്കുക. അടുത്ത വീഡിയോയിൽ കാണുന്നിടം വരെ ബൈ. ഓക്കെ.